നമസ്തേ, ഞാൻ ഡോക്ടർ എലിസബത്ത് ജേക്കബ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഒബ്സ്ട്രെറ്റിക്സ് ആൻഡ് ഗൈനക്കോളജി, അപ്പോളോ അഡ്ലക്സ് ഹോസ്പിറ്റൽ, അങ്കമാലി, കൊച്ചി. സ്ത്രീകളിൽ വളരെ സാധാരണമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് അമിത രക്തസ്രാവം. 40 മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ 1-3% സ്ത്രീകളിലും അമിത രക്തസ്രാവത്തിൻ്റെ പല ലക്ഷണങ്ങൾ കണ്ടുവരാറുണ്ട്. എന്താണ് നമ്മൾ അമിത രക്തസ്രാവം എന്ന് പറയുന്നത്? അതിൽ അളവിൻ്റേതാകാം, റെഗുലാരിറ്റി ക്രമരഹിതമായിട്ട് വരുന്നതാകാം, കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്നതാകാം, അതല്ലെങ്കിൽ വളരെ നേരത്തെയോ വൈകിയോ ആകുന്നതാകാം. സോ ഈ 4 ലക്ഷണങ്ങളിൽ ഏത് ലക്ഷണം ഉണ്ടായാലും അതിനെ നമ്മൾ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് അല്ലെങ്കിൽ അമിത രക്തസ്രാവം എന്ന് വിശേഷിപ്പിക്കും. അതിൽ എല്ലാവർക്കും കറക്റ്റ് 28 ദിവസത്തിലോ 5 ദിവസത്തിലോ ആർത്തവം വന്ന് വിരാമിക്കണമെന്നില്ല. പലപ്പോഴും 24 മുതൽ 37 ദിവസത്തിൻ്റെ സൈക്കിൾ വരെ നോർമൽ തന്നെയാണ്. അളവ് നോക്കിയാൽ 8 ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിൽക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ വോളിയം ആ സ്ത്രീയുടെ ദൈനംദിന ജീവിതത്തെ, ബോത്ത് സോഷ്യലായിട്ടുള്ള ജീവിതത്തെയും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും രക്തക്കുറവ് വരെ ഉണ്ടാക്കാവുന്ന അളവിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ തീർച്ചയായിട്ടും നമ്മൾ അമിത രക്തസ്രാവം എന്ന് വിശേഷിപ്പിക്കും. ഈ സിംറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഡോക്ടറെ സമീപിച്ച് അതിനുള്ള ഒരു പരിഹാരം തേടിയിരിക്കണം. കോമൺ ആയിട്ട് ഒരു അപകട സൂചന എന്ന് പലപ്പോഴും നമ്മൾ വിശേഷിപ്പിക്കുന്നത് അമിത രക്തസ്രാവം ക്യാൻസറിൻ്റെ, ഗർഭപാത്രത്തിൻ്റെ ക്യാൻസറിൻ്റെ ലക്ഷണമാണോ എന്നുള്ളതാണ്. അമിത രക്തസ്രാവം ആർത്തവ വിരാമത്തിന് മുന്ന് വരുന്ന അമിത രക്തസ്രാവം പലപ്പോഴും പല വേറെ കാരണങ്ങളാൽ വരുന്ന ഒരു പ്രോബ്ലമാണ്. മാസമുറ നിന്നതിന് ശേഷം അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിന് ശേഷം വരുന്ന അമിത രക്തസ്രാവം തീർച്ചയായിട്ടും ക്യാൻസർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യകതയെ സൂചിപ്പിക്കുന്നു. സോ ആർത്തവ വിരാമത്തിന് ശേഷം വരുന്ന അമിത രക്തസ്രാവം അല്ലെങ്കിൽ ബ്ലീഡിംഗ്, അതിനെ നമ്മൾ പോസ്റ്റ് മെനപ്പോസൽ ബ്ലീഡിംഗ് എന്നും വിശേഷിപ്പിക്കും. അങ്ങനെ വരുന്ന ബ്ലീഡിംഗ് ഉള്ളപ്പോൾ തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിച്ച് അൾട്രാസൗണ്ട് സ്കാൻ മുഖേന യൂട്രസിൻ്റെ ഉള്ളറയുടെ ഭിത്തിയുടെ കട്ടി അന്വേഷിക്കുകയും കട്ടി കൂടുതലുണ്ടെന്ന് കാണുന്ന സ്ത്രീകളിൽ അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടാവുന്ന സ്ത്രീകളിൽ അതിൽ വേറെ മാറ്റമുള്ള കോശങ്ങളില്ല എന്ന് കണ്ടുപിടിക്കുകയും ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അതേസമയം ആർത്തവ വിരാമത്തിന് മുന്ന് വരുന്ന അമിത രക്തസ്രാവം പലപ്പോഴും മുഴ കാരണമോ യൂട്രസിൻ്റെ ഭിത്തിക്ക് കട്ടി കൂടുന്ന അഡിനോമയോസിസ് കാരണമോ യൂട്രസിൻ്റെ ഉള്ളറയിൽ വളരുന്ന ചെറിയ ദശയോ സിമ്പിളായിട്ട് വരുന്ന കട്ടിപ്പ് എൻഡോമെട്രിയൽ ഹൈപ്പർപ്ലേസിയ കാരണമോ ആകാം. ഇതൊന്നുമില്ലാതെയും ഹോർമോണിൻ്റെ വേരിയേഷൻസും കൊണ്ടും ഈ പ്രായത്തിൽ നമുക്ക് അമിത രക്തസ്രാവം ഉണ്ടാകാം. എന്നാൽ ഏത് സ്ത്രീകളാണ് ആർത്തവ വിരാമത്തിന് മുന്ന് വരുന്ന അമിത രക്തസ്രാവത്തിന് ക്യാൻസർ വരാനായിട്ടുള്ള റിസ്ക് ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിൽ മെയിനായിട്ട് 4 മെയിൻ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ള സ്ത്രീകളിൽ തീർച്ചയായിട്ടും നമ്മൾ അതും ചെക്ക് ചെയ്തിരിക്കണം. അതിൽ അമിത വണ്ണമുള്ളവർ, ഫാമിലിയിൽ കുടുംബത്തെ യൂട്രസിൻ്റെയോ ബ്രസ്റ്റിൻ്റെയോ ക്യാൻസറിൻ്റെ ഹിസ്റ്ററി ഉള്ളവർ, അതുപോലെ ഡയബറ്റിസ് അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷൻ, അതുപോലെ തന്നെ PCOD, ഇതൊക്കെ ക്രോണിക്കായിട്ട് കുറേ നാളുകൂടെ ഉള്ള സ്ത്രീകളിലാണെങ്കിൽ തീർച്ചയായിട്ടും യൂട്രസിൻ്റെ ലൈനിങ് ചെക്ക് ചെയ്ത് അവിടെയും അതിൻ്റെ തിക്നെസ് നോക്കിയിട്ട് അതിൻ്റെ കട്ടിപ്പ് നോക്കിയിട്ട് അതിനെപ്പറ്റിയുള്ള ചെക്കപ്പ് ചെയ്തിരിക്കണം. സോ അമിത രക്തസ്രാവം എല്ലാം ക്യാൻസറിൻ്റെ ലക്ഷണം അല്ലെങ്കിൽ പോലും ആർത്തവ വിരാമത്തിന് ശേഷം വരുന്ന അമിത രക്തസ്രാവം തീർച്ചയായിട്ടും ക്യാൻസറിന് വേണ്ടിയുള്ള ഒരു ചെക്കപ്പ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്.